ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ എക്സൈസ്. ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് നൽകും. താരങ്ങൾക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചെന്ന തസ്ലിമ സുൽത്താന. മുഖ്യ തെളിവായി തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ വഴിത്തിരിവ്. സുഗാന്ത് സുരേഷ് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങൾ. മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ. ന്യൂസ് 18. ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് തിരിച്ചടി. ഷെറിന്റെ മോചനം സർക്കാർ മരവിപ്പിച്ചു. തീരുമാനം ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. ലോക്സഭയിൽ ബിൽ പാസായത് 232-നെതിരെ 288 വോട്ടുകൾക്ക്. ചർച്ച നീണ്ടത് 14 മണിക്കൂർ. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളി. വിദേശ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യക്കും തിരിച്ചടി. ചുമത്തിയത് 26% തീരുവ. ചൈനയ്ക്ക് 32%, പാകിസ്ഥാൻ 58%. അമേരിക്കയുടെ വിമോചന ദിനമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആശാവർക്കർമാരുമായി സർക്കാരിന്റെ 3ാം വട്ട ചർച്ച ഇന്ന്. മുഴുവൻ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉത്തരവിറക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശമാർ. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടതും പരിഗണിക്കേണ്ടതും. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ തുടരുന്നു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും പ്രമേയത്തിന്മേലും ചർച്ചയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക്. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. 170 റൺസ് വിജയലക്ഷ്യം. 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ജോസ് ബട്ട്ലർക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. 14 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളി. सदस्यगण, शुद्धि के अद्यतन मत विभाजन का परिणाम इस प्रकार है. पक्ष में 288, विपक्ष में 232. प्रस्ताव स्वीकृत हुआ और विधेयक यथा संशोधित पारित हुआ. लॉबी खोल दी है माननीय सदस्य, लॉबी खोल दिए, लॉबी क्लियर कर दी है. अब हम आइटम नंबर 13 सभा के निर्णय के लिए ले रहे हैं. प्रश्न ये कि विधेयक पर विचार किया जाए. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में विधेयक पर विचार करने हेतु प्रस्ताव को स्वीकृत किया गया. ER രാഗേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ലോക്സഭയിൽ നമ്പറിന്റെ കാര്യത്തിൽ എന്തായാലും ഭരണപക്ഷത്തിന് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെ വാദഗതികൾ ഈ ബില്ലിന് അനുകൂലമായും പ്രതികൂലമായും വരും എന്നതായിരുന്നു നമ്മളൊക്കെ ആകാംക്ഷയോട് ഉറ്റുനോക്കിയത്. എന്തായാലും 14 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ ലോക്സഭ കടന്നിരിക്കുന്നു. ഇന്ന് രാജ്യസഭ. അവിടെയും അങ്ങനെ ഒരു ആകാംക്ഷയുടെ സാഹചര്യം ഉണ്ടാവുന്നില്ലല്ലോ. അതേ ശ്രീജ, ലോക്സഭയിലേതുപോലെ തന്നെ രാജ്യസഭയിലും ഇന്ന് ബില്ല് പാസ്സാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി വഖഫ് നിയമ ഭേദഗതി അത് നിയമമായി മാറും. ഇന്നലെ ഏതായാലും പ്രതീക്ഷയിൽ കൂടുതൽ സമയം ലോക്സഭ എടുത്താണ് ഈ ബില്ല് പാസ്സാക്കിയത്. കാരണം 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ 12:06 ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 12:06 ചർച്ച ആരംഭിച്ചു. പക്ഷേ ആ ചർച്ച നീണ്ടുപോയി. ചർച്ച കഴിയാൻ തന്നെ ഏതാണ്ട്
12 മണി വരെ സമയമെടുത്തു. അതിനുശേഷം ഈ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളിയാണ് പിന്നീട് 1 മണിക്ക് ശേഷം ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വഖഫ് നിയമ ഭേദഗതി ലോക്സഭ പാസ്സാക്കിയത്. കേരളത്തിലുള്ള അംഗങ്ങളൊക്കെ തന്നെ പല ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഇതര സമുദായത്തിലുള്ളവരുടെയൊക്കെ തന്നെ ബോർഡിലെ പ്രാതിനിധ്യം, മുസ്ലിങ്ങളല്ലാത്തവരുടെ പ്രാതിനിധ്യം അടക്കമുള്ളവ ചോദ്യം ചെയ്തുകൊണ്ട് അത്തരം ഭേദഗതി ഒക്കെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ തന്നെ അത്തരം ഭേദഗതികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം തന്നെ ശബ്ദ വോട്ടോടുകൂടിയാണ് സഭ തള്ളിയത്. തുടർന്നാണ് ഏതാണ്ട് 1:56 ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചത്. ഏതായാലും കിരൺ റിജിജു അടക്കമുള്ളവർ മുനമ്പം അടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു അവർ മറുപടി നൽകിയിരുന്നു. പ്രത്യേകിച്ച് മുനമ്പത്തിനടക്കമുള്ള വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി നിയമമാകുന്നതോടുകൂടി ഉണ്ടാകും എന്നാണ് ന്യൂനപക്ഷകാര്യ മന്ത്രി ആവർത്തിച്ചത്. പക്ഷേ കേരളത്തിലുള്ള അംഗങ്ങളൊക്കെ തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ സൗഹൃദത്തോടു കൂടിയാണ് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും കഴിഞ്ഞു പോകുന്നത്. അത് ആ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ മുനമ്പം അടക്കം പരാമർശിച്ചുകൊണ്ട് നടത്തുന്നത് എന്ന വാദങ്ങൾ കേരളത്തിലുള്ള അംഗങ്ങളും നിരത്തി. ഏതായാലും കേരളത്തിനുള്ള 20 അംഗങ്ങളിൽ 19 പേരാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധി വോട്ടെടുപ്പ് സമയത്ത് സഭയിൽ ഉണ്ടായിരുന്നില്ല. ഈ 19 പേരിൽ 18 പേരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. സുരേഷ് ഗോപി മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ചെന്നാണ് വിവരം. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ കൂടി ബില്ല് വരികയാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ഇതുപോലെ തന്നെ സർക്കാരിന് നിലവിൽ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. കാരണം രാജ്യസഭയുടെ മൊത്തം അംഗബലം 245 ആണെങ്കിൽ നിലവിലെ അംഗബലം 237 ആ നിലയ്ക്ക് നോക്കുമ്പോൾ 119 വോട്ടുകൾ മതി, അംഗങ്ങളുടെ പിന്തുണ മതി ബില്ല് പാസ്സാക്കിയെടുക്കാൻ. പക്ഷേ ഭരണപക്ഷത്തിന് 122 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ആ സാഹചര്യത്തിൽ ബില്ല് പാസ്സാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ അംഗങ്ങളൊക്കെ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP വിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും വിപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീജ, ഇന്നലെ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നത് KCBCയുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഇത്ര കർശനമായ ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്താലും അതിന് ജനങ്ങൾ മറുപടി പറയും എന്ന രീതിയിലുള്ള ഒരു മെസ്സേജൊക്കെ വന്ന് അതിനുശേഷം ഏത് നിലപാടെടുക്കുമായിരിക്കും, പ്രത്യേകിച്ച് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഒരു ഉദ്വേഗമൊക്കെ നിലനിന്നിരുന്നല്ലോ രാകേഷ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഫ്രാൻസിസ് ജോർജ് ആണ് സഭയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്തു പറഞ്ഞു എന്തൊക്കെ അറിയാൻ എല്ലാവർക്കും തീർച്ചയായും കൗതുകം കാണും. ശ്രീജ, MP-മാർ മുനമ്പം പരാമർശിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ മുനമ്പം ഉൾപ്പെടുന്ന പ്രദേശം ഉള്ളത് മണ്ഡലം എറണാകുളം മണ്ഡലമാണ്. ഹൈബീഡനാണ് അവിടുത്തെ MP. ഹൈബീഡൻ ഏതായാലും മുനമ്പം പരാമർശിച്ചു. പ്രത്യേകിച്ച് BJPക്ക് ഈ മുനമ്പം ഒരു രാഷ്ട്രീയ വിഷയമാകാം, എന്നാൽ തനിക്ക് അതൊരു രാഷ്ട്രീയ വിഷയമല്ല. പ്രത്യേകിച്ച് അത് വൈകാരിക വിഷയമാണ്. താൻ ആ മണ്ഡലത്തിൽ നിന്ന് വരുന്ന ആളാണ്, അവിടുത്തുകാരെ നേരിട്ടറിയുന്നതാണ് എന്ന് ഹൈബീഡൻ പറയുകയും ചെയ്തു. ഇതിനപ്പുറം ലത്തീൻ സമുദായ അംഗങ്ങൾ സമരത്തിലുണ്ട്. അപ്പോൾ തൻ്റെ മത്സ്യത്തൊഴിലാളി സമുദായമാണ് ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കിത് വ്യക്തിപരവും വൈകാരികവുമായ വിഷയമാണ് എന്നാണ് ഹൈബീഡൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുൻകാല പ്രാബല്യം ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ഇത്തരത്തിൽ ഈ മുനമ്പം പരിഹരിക്കപ്പെടും എന്ന ചോദ്യം ഹൈബീഡൻ ചോദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിഷയം BJP രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ആയുധമാക്കുകയാണ്. അത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്തു ഹൈബീഡൻ. ഫ്രാൻസിസ് ജോർജും ഏതാണ്ട് 4-4.5 മിനിറ്റാണ് സംസാരിച്ചത്. അദ്ദേഹവും മുനമ്പം പരാമർശിച്ചു. പ്രത്യേകിച്ച് KCBCയും CBCയും ഒക്കെ തന്നെ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രംഗത്ത് വരാനുള്ള കാരണം മുനമ്പം പരിഹരിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് KCBCയും ഒപ്പം തന്നെ CBCയും വ്യക്തമാക്കിയത് എന്നാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്. പക്ഷേ ഈ നേതാക്കളൊക്കെ തന്നെ ഈ ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് അത് മുസ്ലിം വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് നേതാക്കളൊക്കെ തന്നെ അവരുടെ പ്രസംഗങ്ങളിൽ ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല വോട്ടെടുപ്പ് വന്നപ്പോൾ ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുകയാണ് അംഗങ്ങൾ ചെയ്തത്. അങ്ങനെ ഏതായാലും കേരളത്തിലുള്ള അംഗങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് UDF അംഗങ്ങളായാലും LDF ആയാലും K രാധാകൃഷ്ണൻ ആയാലും ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സുരേഷ് ഗോപി മാത്രമാണ് അത്തരത്തിൽ ബില്ലിനെ, പ്രത്യേകിച്ച് BJPയുടെ ഏക ലോക്സഭാംഗമാണ് അദ്ദേഹം മാത്രമാണ് ബില്ലിനെ എതിർത്ത് അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത്. ശ്രീജ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ബിൽ രാജ്യസഭയിലേക്ക് വരികയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകി വളരെ കൗതുകകരമായ ഒരു പ്രമേയ അവതരണം കൂടി നടന്നു. അത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് അനുമതി തേടിയുള്ള ചർച്ചയായിരുന്നു. അത് ലോക്സഭയിൽ ആരംഭിച്ചത് പുലർച്ചെ 2 മണിക്കാണ്. 14 മണിക്കൂർ നീണ്ട വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്ക് ശേഷമാണ് അപ്രതീക്ഷിതമായി മണിപ്പൂർ ചർച്ചയ്ക്ക് വന്നത്. ചർച്ച പുലർച്ചെ 3 മണിവരെ നീണ്ടു. പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മടങ്ങിയിരുന്നെങ്കിലും ശശി തരൂർ, DMK അംഗം കനിമൊഴി, TMC അംഗം
സയോനി ഘോഷ്, ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്ത്, NCP അംഗം സുപ്രിയ സുലെ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. മണിപ്പൂരിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അമിത്ഷാ മറുപടി നൽകി. വഖഫ് ബിൽ പാസ്സാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി പി രാജീവ്. ഒരു പരിഹാര നിബന്ധനയും ബില്ലിലില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിയമസഭയുടെ വികാരം കേരളത്തിന്റെ വികാരമാണ്. ബില്ലിന്റെ പ്രചാര വേലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ യാഥാർത്ഥ്യം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ പുതിയ അതായത് ഇന്നലെ സെലക്ട് കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് അവതരിപ്പിച്ച ബില്ല് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ബില്ലിനകത്ത് കേരളത്തിൽ വലിയ പ്രചാരവേല KCBCയും അതുപോലെ തന്നെ എല്ലാവരും പത്രങ്ങളൊക്കെ മുഖപ്രസംഗം എഴുതിയത് മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ബില്ലെന്നുള്ളതാണ്. പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല നിലവിലുള്ള ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് വരെയുള്ള വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ബാധകമല്ല എന്നുള്ളതാണ്. സർക്കാർ ഭൂമിയാണെങ്കിൽ മാത്രമാണ് അതിന് ബാധകമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഹാര ക്ലോസും ഇല്ലാതെ പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുകയാണ്. ഈ ബില്ലിന്റെ പേരിൽ മതവിശ്വാസ സ്ഥാപനങ്ങൾക്കകത്ത് കടന്നു കയറാനുള്ള നീക്കം ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വഞ്ചിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വഖഫ് ബിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ റവന്യൂ അവകാശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം നിവാസികൾ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം പരാമർശിച്ചതിൽ അവർ സന്തോഷത്തിലാണ്. ബില്ലിനെ എതിർത്ത കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ജനം മറുപടി നൽകുമെന്ന് സമരസമിതി കൺവീനർ ആന്റണി ജോസഫും ഫാദർ ആന്റണി തറയിലും പ്രതികരിച്ചു. ബിൽ ഇന്ന് രാജ്യസഭയിൽ കൂടി പാസ്സാകുന്ന സാഹചര്യത്തിൽ മുനമ്പത്ത് വലിയ ആഘോഷത്തിനാണ് നാട്ടുകാർ ഒരുങ്ങുന്നത്. ദോഷമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ആദ്യമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ വരികയും അതിനുശേഷം കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പാസ്സാകുമെന്ന് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നപ്പോഴാണ് അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ട് ഏപ്രിൽ 2-ാം തീയതി ഇത് പാസ്സായപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ നൽകുകയാണ്. അറിയാവുന്ന പോലെ 173 ദിവസങ്ങളാണ് നിരാഹാര സമരം ആരംഭിച്ച്. അപ്പോൾ ഇതിന് ആദ്യമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ MP-മാർക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം. 610 കുടുംബങ്ങളുടെ അവസ്ഥയെ അറിയാം. എന്നിട്ടും അവരുടേതായ നിലപാടുകൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളത് ജനമാണ് തീരുമാനിക്കുന്നത്. കാരണം എല്ലാവരും കാണുന്ന ഒരു ചർച്ചയായിരുന്നു. അവരെന്താണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടി നിലപാട് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. മാത്രമല്ല നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പഴയ നിയമത്തിലുള്ള സെക്ഷൻ 40 ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം വഖഫ് ബോർഡ് അവരുടെ ആസ്തിപ്പട്ടിയിൽ ചേർത്തത് തന്നെ. അപ്പോൾ ഈ ഒരു നിയമം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിപ്പോൾ വേണ്ട, അതിപ്പോൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് തടസ്സങ്ങളായിട്ട് ആര് നിൽക്കുകയാണെങ്കിലും അത് അവരെ ജനം മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ 2019 വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി 120 ദിവസത്തിലധികമായി സമരം തുടരുന്നവരാണ്. പക്ഷേ ഇന്നലെ ഒരു രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് മുനമ്പത്തിന്റെ പേര് പലതവണ പരാമർശിക്കപ്പെട്ടു. കിരൺ റിജിജു, നിർമ്മല സീതാരാമൻ ഒക്കെ പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷെ അതെങ്ങനെ എന്നത് പിന്നീടുള്ള ചോദ്യമാണ്. പക്ഷേ അവർ വലിയ പ്രതീക്ഷയിലാണ്. ഇന്നിപ്പോൾ രാജ്യസഭ കൂടി കടക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണോ അവർ കരുതുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ, ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് മുനമ്പം നിവാസികൾ നിൽക്കുന്നത്. ഇന്ന് 173 ദിവസത്തിലേക്ക് നിരാഹാര സമരം എത്തി നിൽക്കുമ്പോൾ ഇന്നലെ രാത്രി ഈ ബില്ല് ലോക്സഭയിൽ പാസ്സായതോടുകൂടി വലിയ സന്തോഷത്തിലായിരുന്നു. വലിയ സന്തോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നുമൊക്കെ അവർ വലിയ ആഘോഷങ്ങൾ, ലഡു വിതരണം ചെയ്തും ഒക്കെ വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അവർ പറഞ്ഞ, ഇന്നലെ തുടക്കത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അവർ മുനമ്പം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് അവർക്ക് ചെറിയ നിരാശയുണ്ടാക്കി. ഈ KCBCയും കത്തോലിക്ക കോൺഗ്രസും അടക്കം MP-മാരെ വിളിക്കുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഒരു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വഖഫ് വിഷയത്തോട് ഒപ്പം നിൽക്കണം, ഈ മുനമ്പം വിഷയത്തിന് ഒപ്പം നിൽക്കണം, ഈ വഖഫ് ബില്ല് പൂർണ്ണമായും അംഗീകരിക്കണമെന്ന് പറയില്ല. പക്ഷേ ഈ മുനമ്പം വിഷയം പോലെ, മുനമ്പം ജനത അനുഭവിക്കുന്നത് പോലെ ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. അവർക്കൊപ്പം നിൽക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും
മറിച്ച ഒരു രീതിയിലായിരുന്നു പാർലമെന്റിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ബില്ല് പാസ്സായി കിട്ടി എന്നുള്ളത് അവർ വലിയ സന്തോഷമാണ്. അവർ പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്നത് ഈ ബില്ല് രാജ്യസഭയിൽ കൂടി പാസ്സായി കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കും, ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത നിയമ നടപടികൾ വഖഫ് ട്രിബ്യൂണലടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അതോടുകൂടി അവസാനിക്കും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, കാരണം മുനമ്പ നിവാസികളുടെ സമരം നമ്മൾ നേരിട്ട് കണ്ടതാണ്. വലിയ ദുരിതം അനുഭവിക്കുന്നവരാണ്. വിദ്യാഭ്യാസത്തിന് വീട് ലോൺ വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ, കല്യാണം നടത്താൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ പല രീതികളിലും ദുരിതം അനുഭവിക്കുന്ന മുനമ്പ നിവാസികൾക്ക് ഈ ബില്ല് അത് രാജ്യസഭയിൽ പാസ്സാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ്. നാളെ ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നാളെ മുനമ്പത്ത് സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് എന്തായാലും 10 മണിയോടുകൂടി മുനമ്പത്ത് വലിയ ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പത്ത് നിന്ന് ആഘോഷ പരിപാടികളോടെ രാജ്യസഭയിൽ കൂടി ബിൽ പാസ്സാവുമ്പോൾ അത് ആഘോഷ പരിപാടികളോടെ അതിനെ ഏറ്റെടുക്കാനാണ് മുനമ്പം നിവാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അറിയേണ്ടത് മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല വഖഫ് നിയമ ഭേദഗതി ബിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് മുനമ്പത്തുകാർക്ക് ആശ്വാസകരമാവുക എന്നതാണ്. അല്പസമയം മുൻപ് നേരത്തെ മന്ത്രി P. രാജീവ് ചോദിച്ചതുപോലെ അതിനൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് പ്രയോജനകരമാവുമെങ്കിൽ നല്ലത് എന്നതായിരുന്നു കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ അടക്കം ഇന്നലെയുള്ള പ്രതികരണം. ഇനി മറ്റു വാർത്തകൾ നോക്കാം. വിദേശ രാജ്യങ്ങൾക്ക് ഉള്ള ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യക്ക് 26% തീരുവയാണ് ചുമത്തിയത്. ചൈനയ്ക്ക് 32%, പാകിസ്ഥാൻ 57% തീരുവ ഏർപ്പെടുത്തി. അമേരിക്കയുടെ വിമോചന ദിനമെന്നാണ് പ്രഖ്യാപന ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. അപർണ കുറുപ്പ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, ലോകത്താകമാനം വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്ന, പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കണക്കാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഇന്ത്യക്കാകട്ടെ 26% തീരുവ. അത് വലിയൊരു സംഖ്യയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയൊക്കെയാകും ഈ ആദ്യം അറിയേണ്ടത് ഈ ട്രംപിന്റെ തീരുമാനത്തോട് പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്തായിരിക്കും? ശ്രീജ, ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടിയിലേക്കല്ല ഡൊണാൾഡ് ട്രംപ് കടന്നത്. നേരത്തെ തന്നെ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ്. മറ്റ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് വിഘാതമാകുന്നു, ആ തരത്തിലുള്ള തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഒരു തിരിച്ചടി നേരിടുമെന്ന് ട്രംപ് രണ്ടാമത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റായ അധികാരം ഏറ്റെടുത്ത തവണ തന്നെ വ്യക്തമാക്കിയതാണ്. ആ നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഇറക്കുമതി തീരുവ കൂട്ടിക്കൊണ്ടുള്ള പകരച്ചുങ്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നടപടിയിലേക്ക് കടന്നത്. ഇന്ത്യൻ സർക്കാർ അടക്കം ഇത് ഒരു പ്രത്യേക കൺട്രോൾ റൂമൊക്കെ തുറന്ന് ഏത് തരത്തിലാണ് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ, കയറ്റുമതി രംഗത്തൊക്കെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന് ഉറ്റുനോക്കുകയായിരുന്നു. ഏതായാലും ഇന്ത്യക്ക് 26% ഇറക്കുമതി തീരുവയാണ് ഈടാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. 185 രാജ്യങ്ങൾക്കാണ് ട്രംപ് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 10% തൊട്ട് 50 വരെ, 44 വരെയൊക്കെ പോകുന്നുണ്ട്. പല രാജ്യങ്ങളോടുള്ള ബന്ധം എടുത്ത് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ തീരുവ എത്ര ശതമാനമാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഓരോ രാജ്യവുമായും അമേരിക്ക പുലർത്തി വരുന്ന നയതന്ത്ര ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ടുകൂടിയാണ് ആ തരത്തിലാണ് താൻ നിലപാടെടുക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു. മെക്സിക്കോയും കാനഡയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു. വലിയ തരത്തിലുള്ള തിരിച്ചടി നേരത്തെ തന്നെ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നേരിടേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇത്തവണ യൂറോപ്യൻ യൂണിയൻ 20% മാത്രമാണ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജപ്പാന് 24% പറഞ്ഞിരിക്കുന്നു. UK-ക്ക് 10%. UK വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് കടന്നിരുന്നു അമേരിക്കയുടെ ഇത്തരം സാമ്പത്തിക നയങ്ങളിൽ. അങ്ങനെ പ്രതിഷേധമുയർത്തുകയും പകരം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രാജ്യങ്ങളോട് ഒരു മയപ്പെട്ട സമീപനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് പ്രഖ്യാപിച്ച ശേഷം ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ വിമോചന ദിനം എന്നാണ്. അമേരിക്ക ഇനി ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഉയരും, ജോലി അവസരങ്ങൾ കൂടും. അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം തടയാനുള്ള നീക്കമായിരുന്നു
പല രാജ്യങ്ങളും നടത്തിയിരുന്നത്. അതെല്ലാം മാറുകയാണ്. ഇന്ന് മുതൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് ഇതൊരു പുതിയ ദിനമായിട്ട് ഉയരുമെന്ന് പറയുന്നത്. അമേരിക്കയുടെ ഒരു സ്വദേശിവൽക്കരണം പോലുള്ള ഒരു നയവും പ്രഖ്യാപനമൊക്കെയാണ് ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒട്ടടങ്കം ട്രംപ് സ്വീകരിച്ചത്. ആ നയമാണ് താൻ സ്വീകരിക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു. ഇത് ഏത് തരത്തിലാണ് അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത്, സാമ്പത്തിക രംഗത്തെ എത്രത്തോളം ശക്തമാക്കും എന്നുള്ളത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വിദേശ ഓട്ടോമൊബൈൽ കയറ്റുമതിക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം തന്നെ വസ്ത്രരംഗത്ത്, ലോഹങ്ങൾ മുതലായ സ്ഥലത്തെല്ലാം, മുതലായ മേഖലയിലെല്ലാം ഇത് ബാധിച്ചേക്കും എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇന്ത്യ നേരത്തെ തന്നെ ചില പ്രിക്കോഷൻസ് ഇതിന് എടുത്തു വെച്ചു. ഒരു 10% ഏർപ്പെടുത്തുന്നതെങ്കിൽ, തീരുവ ഏർപ്പെടുത്തിയാൽ തന്നെ ഒരു $600 കോടി ഒക്കെ, അതൊരു 51,000 കോടി രൂപയോളം വരും. അത്രയും വലിയ ആഘാതം ഇന്ത്യയിൽ ഉണ്ടാകും, ഇന്ത്യയുടെ വിപണിയിൽ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയതാണ്, കയറ്റുമതി രംഗത്തുണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയതാണ്. ഇപ്പോൾ അതിൽ മുകളിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ നിലപാടുകൾ മയപ്പെടുത്തുന്നു. ഇതിന് പകരമായിട്ട് ഈ ഒരു നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തണം. അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക കരാറുണ്ട്. ഫെബ്രുവരി പകുതി തൊട്ട് ആ സാമ്പത്തിക കരാറിൽ ചർച്ച നടക്കുകയാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ തീരുവ കുറയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുന്നു. അതിവിടുത്തെ ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളെ പോലും മറികടന്നുകൊണ്ടാണ് ടാറ്റയും മഹീന്ദ്രയൊക്കെ ഇതിനെതിരായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നു. അപ്പോഴും ടെസ്ലയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഏതായാലും അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് പലതരത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. മ്യാൻമറിലൊക്കെ ഭൂകമ്പം നേരിട്ട മ്യാൻമറിന് പോലും വലിയ തോതിലുള്ള തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രാഷ്ട്രതന്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമുദ്രോൽപ്പന്ന കയറ്റുമതി തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മറികടക്കാനുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള ഇതുവരെ വ്യക്തമല്ല. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലായിരിക്കും കൂടുതൽ തന്ത്രങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രാറ്റജികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുക. ശ്രീജ. ശരി, അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. പകരച്ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കയുടെ നടപടി കേരളത്തിന്റെ കശുവണ്ടി ഉൾപ്പെടെയുള്ള കയറ്റുമതി വിപണിയെ ബാധിക്കുമെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ആഗോളവൽക്കരണം പരാജയപ്പെട്ടതിന്റെ തെളിവാണ് ചുങ്കം ചുമത്തലെന്നും മന്ത്രി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ രാജ്യത്തുനിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ തന്നെ ചില ഉയർന്ന ചുങ്കം ഇങ്ങോട്ടുള്ളതിന് ചുമത്താൻ വ്യാപാര സംഘടനകൾ അനുമതി നൽകിയിരുന്നത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടന എന്ന നിലയിലാണ്. ഇപ്പോൾ അതിന് ആനുപാതികമായി ഉയർന്ന ചുങ്കം വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണിയെ പരിമിതപ്പെടുത്തും. പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ കശുവണ്ടി, കാർഷിക ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കെല്ലാം കുറെ കൂടി ഒരു വലിയ വിപണി ഇപ്പോൾ അമേരിക്കയിൽ ലഭ്യമാകുന്നുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങളെ കൂടി ബാധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ശക്തമായി തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റു പല രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നത് പോലെ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ആളുകളെ തന്നെ കയറ്റി അയച്ച സന്ദർഭത്തിൽ അവർ സ്വീകരിച്ചതുപോലെ ഇന്ത്യൻ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് കഴിയേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്തു. താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക. തസ്ലീമ സുൽത്താനയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു. പ്രതിയുമായി ഒരുമിച്ച് പലതവണ ലഹരി ഉപയോഗിച്ചു എന്നും മൊഴിയിലുണ്ട്. ലഹരി കേസ് കൂടാതെ തസ്ലീമയുടെ സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളും എക്സൈസ് പോലീസിന് കൈമാറും. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു സ്ത്രീ പിടിയിലായി എന്നതിൽ നിന്ന് മാറി അത് വലിയൊരു റാക്കറ്റിന്റെ ഭാഗമാണെന്നും മലയാള സിനിമയിലേക്ക് അടക്കം ആ റാക്കറ്റിന്റെ കണ്ണികൾ നീളുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഇത് പോലീസിന് കൈമാറുമ്പോഴുള്ള തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? ശ്രീജ, തീർച്ചയായും നമ്മൾ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നമ്മൾ ന്യൂസ് 18 വാർത്താ സംഘം ഇവരുടെ ഈ ഒരു ക്യാച്ച്, എക്സൈസിന്റെ ഒരു ക്യാച്ച് എടുക്കുന്ന ഘട്ടം മുതൽ തന്നെ നമ്മൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന്റെ ഓരോ ഘട്ടത്തിലും സിനിമാ മേഖലയുമായുള്ള ഒരു ബന്ധം തെളിഞ്ഞു വരുന്നതായി നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്ന ഘട്ടത്തിലും സിനിമാ മേഖലയ്ക്ക്, അതായത് എക്സൈസ് ഈ ഒരു സിനിമാ മേഖലയ്ക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിന് മുൻപ് തന്നെ 9 മണിയോടുകൂടി തന്നെ നമുക്ക് അക്കാര്യം സ്ഥിരീകരിച്ച് പറയാനും കഴിഞ്ഞിരുന്നു. അതായത്
അതായത് പുലർച്ചെ 1:30 നടപടിക്രമങ്ങൾ ഓമനപ്പുഴയിൽ നിന്ന് എക്സൈസ് പൂർത്തീകരിക്കുന്ന ഘട്ടം വരെയും ആ ഒരു സംഘത്തിനോടൊപ്പം ന്യൂസ് 18 വാർത്താ സംഘവും ഉണ്ടായിരുന്നു. ഇതിൽ വളരെ വ്യക്തമായി ആദ്യഘട്ടം മുതൽ തന്നെ താൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് തസ്ലീമ എന്ന ക്രിസ്റ്റീന ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്ററായാണ് താൻ പ്രവർത്തിക്കുന്നത്. 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട് ചെന്നൈ മുതൽ എറണാകുളം വരെ നീളുന്ന സിനിമാ ബന്ധങ്ങൾ തനിക്കുണ്ട് എന്ന് നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതേ രീതിയിൽ തന്നെ സിനിമാ മേഖലയും സെക്സ് റാക്കറ്റുമായി കൃത്യമായ ബന്ധമുള്ള ആളാണ് ഇവരെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു പിന്നീട് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുതിയ നടപടിക്രമങ്ങളിലേക്ക് എക്സൈസ് കടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഷൈൻ ടോം ചാക്കോ, സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ ഒപ്പം തന്നെ ശ്രീനാഥ് വാസി, ഇവർക്ക് 2 പേർക്കും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എക്സൈസ് നോട്ടീസ് അയക്കുമെന്നുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കാരണം പ്രാഥമികമായി ഇവരെ ചോദ്യം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ തസ്ലീമയുമായുള്ള ബന്ധം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള പ്രാഥമിക തെളിവുകൾ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് അനൌദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായി അവർ പറയുന്നത് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഒപ്പം തന്നെ തസ്ലീമ നൽകിയ മൊഴിയിൽ ഒരുമിച്ച് ഇരുന്ന ലഹരി ഉപയോഗിച്ചിരുന്നു, എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിശദമായ രീതിയിൽ ഈ വിഷയങ്ങളിലേക്ക് പോകാൻ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പിടിച്ച അന്ന് രാത്രി പുലർച്ചെ തന്നെ ഇവർ പോലീസിനോട് എറണാകുളത്തും താൻ ഇത്തരത്തിൽ ഇതിന്റെ ഭാഗമായി ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്തിരുന്നു എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ എറണാകുളം ടീമിനോട് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ അത്തരം പരിശോധനകൾ ആ അർദ്ധരാത്രി തന്നെ നടന്നു തുടങ്ങിയിരുന്നു. അതിന്റെ തുടർച്ചയൊന്നോണമാണ് ഇന്നലെ രാവിലെയോടുകൂടി അതൊരു 10 മണിയോടുകൂടി എക്സൈസ് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക്, സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ഇതുമായി ബന്ധമുണ്ടെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. മറ്റൊന്ന് സെക്സ് റാക്കറ്റുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഓമനപ്പുഴയിൽ ഇവർ എത്തിയത് തന്നെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട 2ഉം കൂടി ചേർന്ന ഇടപാടുകൾക്കാണ് എന്നുള്ളത് ആയിരുന്നു. അത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അവിടെ നിന്ന ഘട്ടത്തിൽ, അതായത് ഈ എക്സൈസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ന്യൂസ് 18 മാധ്യമ സംഘത്തോട് തന്നെ നമ്മളോട് തന്നെ അവർ അത് തുറന്നു പറഞ്ഞു. അതായത് അവർ ഈ വീഡിയോ, ഇവരെ സംബന്ധിച്ച് ഒരു കേസ് ഉണ്ട്. അതായത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർക്ക് എറണാകുളത്ത് ഒരു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേയിൽ സിനിമാ മോഹവുമായി എത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ താൻ പ്രതിയാണ് എന്നുള്ളത് ക്രിസ്റ്റീന എന്നോട് തന്നെ തുറന്നു പറയുകയുണ്ടായി. അവർക്കത് പറയുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ അവർ ആ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് കേട്ട ഒരാളാണ് ഞാൻ. അത്തരം ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവരെ സംബന്ധിച്ച് വന്നിട്ടുള്ള വാർത്തകളെ സംബന്ധിച്ച് അവർ കാണിച്ചു തരിക വരെ ചെയ്തു. എക്സൈസ് അത് ആവശ്യപ്പെട്ടപ്പോൾ നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇതിനു മുമ്പ് വന്ന സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ കാണിച്ചു നൽകുകയും ചെയ്തത്. അത്തരത്തിൽ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ പോലും വളരെ കോൺഫിഡന്റ് ആയി തനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം, അതായത് പിറകിൽ വൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ള സൂചന നൽകിക്കൊണ്ടായിരുന്നു ആ അർദ്ധരാത്രി മുഴുവൻ ക്രിസ്റ്റീന അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ താരങ്ങൾ 2 പേരുടെ പേരുകൾ അനൌദ്യോഗികമായി എക്സൈസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മൊഴിയിൽ വളരെ കൃത്യമായി ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. ക്രിസ്റ്റീനയുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിന് വേണ്ടി അവർ അതിനുള്ള പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയും വമ്പൻ സ്രാവുകൾ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്രയും വേഗം ശ്രീനാഥ് വാസിയും ഒപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയും ആലപ്പുഴയിൽ എക്സൈസ് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നോട്ടീസ് കൈമാറുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിനാണ് നൽകേണ്ടത്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്കും കടക്കും. കാരണം സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓമനപ്പുഴയിൽ അവർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരം പശ്ചാത്തലമുള്ള ചില ആളുകളെ ചോദ്യം ചെയ്തപ്പോഴാണ് എക്സൈസിന് ഇങ്ങനെ ഒരു ലീഡിലേക്ക് പോകാൻ കഴിഞ്ഞതും അവർ വരച്ച ആലപ്പുഴയിലെ എക്സൈസ് സ്ക്വാഡ് CI മഹേഷ് നേതൃത്വത്തിലുള്ള ടീം വിരിച്ച വലയിലേക്ക് ഇവർ വന്ന് കയറുകയും ചെയ്തത്. ആലപ്പുഴ ബന്ധങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള കൊച്ചിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സേഫ് സോണായ ആലപ്പുഴയിലേക്ക് എത്തിയതിന് പിന്നിലും ഇത്തരം ലഹരിയും സെക്സും എല്ലാം കലർന്ന റാക്കറ്റ് തന്നെയാണ്. വലിയ റാക്കറ്റ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ വലിയൊരു റാക്കറ്റിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ റാക്കറ്റിൽ മലയാള സിനിമയിലെ താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്. അവർ
മൊഴിയായി നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമായി അറിയാനായി ആ താരങ്ങളെ ഈ മൊഴിയിൽ പറയുന്ന താരങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് എക്സൈസ്. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ശരണ്യ നൽകും. അത് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കുറ്റസമ്മതമുണ്ടായിരിക്കുന്നു. ചികിത്സാ പിഴവ് ആരോഗ്യ വകുപ്പ് സമ്മതിച്ചിരിക്കുകയാണ്. ശരണ്യ തന്നെ വിവരങ്ങൾ നൽകും. ശരണ്യ, ഈ ഗൈനക്കോളജിസ്റ്റുകൾക്ക് 2 ഗൈനക്കോളജിസ്റ്റുകളാണ് ഈ സ്ത്രീയെ നോക്കിയത്. അവർക്ക് 2 പേർക്കും വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണോ ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ? അതെ ശ്രീജ, അതായത് എല്ലാവരെയും വളരെയധികം ദുഃഖത്തിലാക്കിയ സംഭവമായിരുന്നു. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ്. ആ കുഞ്ഞിന് ആദ്യഘട്ടത്തിൽ തന്നെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയ ചികിത്സ, സ്കാനിംഗ് സെന്ററുകളിൽ ഉണ്ടായ പിഴവുകൾ ഒക്കെ ഈ കുട്ടിയുടെ അംഗവൈകല്യം ഈ ഗർഭാവസ്ഥ കഴിഞ്ഞ് പ്രസവത്തിലേക്ക് എത്തുന്ന ഘട്ടം വരെയും കണ്ടെത്താനായി ആശുപത്രിയിലെ അധികൃതർക്കോ ഒപ്പം തന്നെ ഈ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾക്കോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളോട് കൂടിയ, നമുക്ക് പറഞ്ഞ് വിവരിക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടുകളോട് കൂടിയാണ് ആ കുഞ്ഞ് അന്ന് ജനിച്ചു വീണത്. അന്ന് മുതൽ അച്ഛനും അമ്മയും ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രികൾ കയറിയിറങ്ങിയാണ്. ഒരു ഡ്രൈവിംഗ് തൊഴിലാളിയായ വ്യക്തിയുടെ, അനീഷിന്റെ മകനാണ് ഈ കുട്ടി. പിന്നീട് ഇപ്പോൾ SATയിൽ ദീർഘമായ ചികിത്സയ്ക്ക് ശേഷം അതായത് 50 ദിവസത്തോളമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഈ കുട്ടിയുടെ ചികിത്സയായിരുന്നു. ആരോഗ്യവകുപ്പ് ചികിത്സ ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് വന്ന അന്വേഷണ റിപ്പോർട്ട്, അതായത് ഈ നവംബറിന് ശേഷം വന്ന ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ, അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ നിന്ന് ഈ വിഷയങ്ങൾ വിശദമായി അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ അത് അടച്ചിട്ടുകൊണ്ടുള്ള പ്രാഥമികമായ നടപടികൾ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ചികിത്സാ പിഴവ്, അതായത് ഒരു ഘട്ടത്തിൽ പോലും ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത ഡോക്ടർമാർക്കുണ്ടായ ചികിത്സാ പിഴവിനെ സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ. അതിനകത്താണ് ഇപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ദീർഘകാലത്തിന് ശേഷം, അതായത് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കുടുംബം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അനീഷും സുറുമിയും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ദയനീയ സാഹചര്യം കാണിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തപാൽ മാർഗം അവർക്ക് ലഭ്യമായിട്ടുള്ളത്. റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ചികിത്സാ പിഴവ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ടിൽ തുറന്ന് സംഭവിക്കുന്നു. കുട്ടിയെ ഇവരെ ചികിത്സിച്ച് ആദ്യത്തെ 3 മാസം ചികിത്സ നൽകിയ ഡോക്ടർ ഷേർലി അടക്കമുള്ള ആളുകൾ, ഒപ്പം ഡോക്ടർ പുഷ്പ, അവരാണ് ആദ്യത്തെ 3 മാസം ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചിരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതിരുന്ന ഡോക്ടർ പുഷ്പ, ഒപ്പം തന്നെ തുടർ ചികിത്സ നൽകിയ ഡോക്ടർ ഷേർലി എന്നിവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട്. ശരി, അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. 2 ഗൈനക്കോളജിസ്റ്റുകളുടെ പരിശോധനയിലും ഈ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉള്ളതായി കണ്ടെത്തിയില്ല. ഒരു ഗർഭിണി എന്ന നിലയിൽ അവർക്ക് മുൻകരുതൽ നൽകുന്നതിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്ന റിപ്പോർട്ട് ഒടുവിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ആ മാതാപിതാക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. ആ കുഞ്ഞ് ജനിച്ച അന്നു മുതൽ ആശുപത്രി കയറി ഇറങ്ങുകയാണ്. 2 യുവതി യുവാക്കൾ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ കുടുംബമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് ശ്രദ്ധേയമാവുന്നത്. ഇനി ഏത് രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റും സർക്കാരിന് എന്നതാണ് അറിയേണ്ടത്. ശരണ്യ തുടക്കം മുതൽ തന്നെ ഈ സംഭവങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ്. അതിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധുവിന്റെ സുഹൃത്ത് സുഗാന്ത് സുരേഷിന് ഒരേ സമയം 3 പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നൽകുന്ന വിവരങ്ങൾ. മേഘ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ന്യൂസ് 18 കിട്ടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു എന്ന 24 വയസ്സുകാരിക്ക് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി കൂടി സുഗാന്ത് സുരേഷിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേഘ മധു ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുപ്പം സൂക്ഷിച്ചിരുന്ന സുഗാന്ത് സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരും പോലീസും
കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ സുഗാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം കൈവിട്ടിട്ടില്ലെന്നതിന് തെളിവായി സുഗാന്ത് സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടെടുത്ത സുഗാന്തിനെ ഉടൻ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് മേഘ നിർബന്ധിച്ചിരുന്നതായും ഇതേ തുടർന്ന് ഇയാൾ യുവതിയുടെ പരുഷമായി പെരുമാറിയിരുന്നതായും ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ 2024 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. മേഘയ്ക്ക് ദൈനംദിന ചെലവുകൾക്കായി 10,000 രൂപയും 15,000 രൂപയും വീതം സുഗാന്ത് പലപ്പോഴായി അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തൻ്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതായും ഇവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരി വിവാഹത്തിൽ നിന്ന് സുഗാന്ത് സുരേഷ് പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള യുവതിയുടെ അവസാന ഫോൺ കോളുകൾ ജീവനൊടുക്കാൻ പോകുന്ന വിവരം കാമുകനെ അറിയിക്കുകയെന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അതേസമയം മേഘ മധുവിന്റെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് സുഗാന്തിനായി അന്വേഷണം തുടരുകയാണ് പോലീസ്. ലുക്കൌട്ട് സർക്കുലർ ഇയാൾക്കായി പുറത്തിറക്കിയിരിക്കുന്നു. എന്നാൽ നിലവിൽ സുഗാന്തിനെ പ്രതി ചേർത്തിട്ടില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, സുഗാന്ത് തന്നെയാണ് ഈ ആത്മഹത്യയുടെ ഉത്തരവാദി എന്ന നിലയ്ക്കുള്ള പ്രധാനപ്പെട്ട തെളിവ് കിട്ടിയ സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്താവുന്നതേയുള്ളൂ. എന്താണ് പോലീസിന് മുന്നിൽ അതിനുള്ള തടസ്സം? ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി ഇത്ര ദിവസമായിട്ടും അതിൽ ഒരു നടപടിയും ഇയാളെ കണ്ടെത്തുന്നതിൽ ഒരു മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയാത്തത് എന്തുകൊണ്ടാണ്? പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ IBയുടെ ആഭ്യന്തര അന്വേഷണവും മേഘ മധുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊച്ചിയിലും മലപ്പുറത്തും അടക്കം സുഗാന്ത് എത്താനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം IB ഉദ്യോഗസ്ഥരും പോലീസും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഇപ്പോഴും സുഗാന്ത് സുരേഷ് കാണാമറയത്താണ്. സുഗാന്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇയാൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും പോലീസിനോ IB ഉദ്യോഗസ്ഥർക്കോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. അതിന് പിന്നാലെയാണ് സുഗാന്തിന് മേഘയ്ക്ക് പുറമെ മറ്റ് 2 IB ഉദ്യോഗസ്ഥരുമായി കൂടി ബന്ധമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ സുഗാന്ത് താമസിച്ചിരുന്ന കൊച്ചിയിലെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കണ്ടെത്തി അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കം കൂടി പോലീസിന്റെയും IBയുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നാണ് വിവരം. അതായത് ഈ 3 പേർക്കും പരസ്പരം സുഗാന്ത് ഈ ഒരു പ്രണയത്തിലായിരുന്നു എന്ന കാര്യം ഈ 3 പേർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ 3 പേരുമായുള്ള ബന്ധം സുഗാന്ത് കാത്തു സൂക്ഷിച്ചിരുന്നത്. പക്ഷേ അതിൽ മേഘ മാത്രം വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം എന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നു. അതിനിടയിൽ യുവതി ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അതിൽ ഏറെ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്ന മേഘ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണമെന്ന ആവശ്യം സുഗാന്തിന്റെ അടുത്ത് മുമ്പോട്ട് വെക്കുന്നു. പക്ഷേ അതിന് വഴങ്ങാതെ IAS എഴുതി ലഭിച്ചതിന് ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുകയുള്ളൂ എന്ന ന്യായം പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു സുഗാന്ത്. അങ്ങനെയാണ് ഇനി തനിക്ക് മുമ്പിൽ മറ്റൊരു പോംവഴിയില്ല, മാതാപിതാക്കളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാനാവാത്ത ഒരു സ്ഥിതിയിലാണ് എന്നൊരു ഘട്ടത്തിൽ ആത്മഹത്യ മാത്രമാണ് ഇനിയുള്ള ഏക പോംവഴി എന്ന ഒരു ഉദ്ദേശത്തോടെ മാർച്ച് 24-ാം തീയതി രാവിലെ ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി മേഘ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെയും IBയുടെയും ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തൽ. പ്രധാനപ്പെട്ട കാര്യം, ഈ മരണം ആത്മഹത്യ ചെയ്യുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ
എയർപോർട്ടിലെ IB ഉദ്യോഗസ്ഥരുടെ ലോഞ്ചിൽ വെച്ച് സ്വയം ശപിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു മേഘ. എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് എന്റേതെന്ന് പറഞ്ഞ് എന്താണ് കാര്യമെന്നറിയാതെ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു VIP വിസിറ്റ് എയർപോർട്ടിൽ ഉണ്ടായി. അതേ തുടർന്ന് IB ഉദ്യോഗസ്ഥർക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പോകേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ടായി. അങ്ങനെ അവിടെ വെച്ച് മേഘയിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിറ്റേ ദിവസം ഇങ്ങനെയൊരു കടുങ്കി ചെയ്യാൻ മേഘ തയ്യാറാകില്ലായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയെന്നാണ് വിവരം. ആഭ്യന്തര അന്വേഷണത്തിൽ IBയും ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ 2024 ഒക്ടോബർ മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയിൽ തനിക്ക് ലഭിച്ച മുഴുവൻ ശമ്പളവും തൊട്ടടുത്ത ദിവസം ഈ IBയിലെ തന്നെ സഹപ്രവർത്തകനായ കാമുകൻ സുഗാൻ സുരേഷിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖകളാണ്. ഇതോടൊപ്പം ദൈനംദിന ചെലവുകൾക്കായി സുഗാൻ സുരേഷാണ് മേഘയ്ക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം കൈമാറിയിരുന്നത് അത് ശരിവെക്കുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവന്ന ഈ രേഖകളിലുണ്ട്. കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് സുഗാൻ സുരേഷ്. എത്രയും പെട്ടെന്ന് പിടിയിലാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ മേഘയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പതിയെ പതിയെ തെളിഞ്ഞ് വരികയാണ്. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് ഷഹബാസ് കൊലക്കേസിൽ ജയിലിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ഷഹബാസിന്റെ കുടുംബം തടസ്സ ഹർജി നൽകിയിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യ ഹർജി തള്ളിയതോടെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ഈ കുട്ടികൾ സമീപിച്ചത്. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച സർക്കാർ. ബാഹ്യ സമ്മർദ്ദമുണ്ടായി എന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം. മോചനം തടയണമെന്ന് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കേസ് തന്നെ തുടക്കം മുതൽക്കേ ഷെറിൻ എന്നയാളുടെ ഒരു സാന്നിധ്യം കൊണ്ട് വിവാദത്തിലുള്ള ഒരു കേസാണ്. അത് കഴിഞ്ഞ് ജയിലിലെത്തിയപ്പോഴും ഷെറിൻ എന്നും വിവാദങ്ങളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. സർക്കാർ നല്ല നടപ്പിന് വളരെ പെട്ടെന്ന് ഇളവ് നൽകി പുറത്തേക്ക് വിടാൻ ഒരുങ്ങുമ്പോഴാണ് അത് വാർത്തയാവുന്നതും വിവാദമാവുന്നതും. പക്ഷെ അത് കഴിഞ്ഞും പ്രശ്നങ്ങൾ മാറിയില്ല. ഇപ്പോൾ സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത്തരമൊരു വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് 2009 നവംബർ 8-നാണ് ഭാസ്കരക്കാരനവരെ മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ കൃത്യത്തിൽ നേരിട്ട് ഷെറിന് പങ്കുണ്ട് എന്ന കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവപര്യന്തം തടവിന് വിധിച്ചത്. അങ്ങനെ 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇളവ് നൽകിക്കൊണ്ട് മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സർക്കാർ തലത്തിൽ നടന്നത്. അങ്ങനെ ഷെറിന്റെ മോചനം യാഥാർത്ഥ്യമായേക്കുമെന്ന ഒരു ഘട്ടമെത്തുകയും അപ്പോൾ ബാഹ്യസമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭയിലെ ഒരു അംഗം ഉൾപ്പെടെ ഷെറിന് വേണ്ടി മോചനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരികയും ഗവർണർക്ക് ഈ മോചനം ചോദ്യം ചെയ്തുകൊണ്ട് നിവേദനം ലഭിക്കുമെന്നൊരു ഘട്ടം എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഷെറിന്റെ ഭാസ്കരക്കാരനവർ വധക്കേസിലെ മുഖ്യപ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അടിയന്തരമായി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതായത് ഈ മോചിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടതിന് ശേഷവും അന്തേവാസികളുമായി, ജയിലിലെ അന്തേവാസികളുമായി ഷെറിൻ കയ്യാങ്കളി ഏർപ്പെട്ടെന്നും പരസ്പരം വാക്പോര് നടത്തിയെന്നും അങ്ങനെ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ വീണ്ടും ചെന്നെത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുമാണ് പുറത്തുവന്ന വിവരങ്ങൾ. അതിനു പിന്നാലെയാണ് ഷെറിന്റെ മോചനം യാഥാർത്ഥ്യമാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചേക്കുമെന്ന ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഷെറിന്റെ മോചനം മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. താമസിച്ച ജയിലിലെല്ലാം ഷെറിൻ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ തീരുമാനം വന്ന ശേഷം ഒരു വിദേശത്തു നിന്നും ഉള്ള ഒരു വനിതയെ ജയിലിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന സംഭവത്തിൽ കൂടി ഷെറിനെതിരെ നടപടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആശാസമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗമാണ്, ചർച്ചയാണ്. വീണ ജോർജ് വിളിച്ച ചർച്ച ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാകും ചർച്ച. വിവരങ്ങളുമായി ഡാൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ,
ഡാനിലേക്ക് പോകും മുൻപ് ഇന്ന് രാവിലെ ആശാ വർക്കർമാർ നമ്മളോട് സംസാരിച്ചിരുന്നു, സംഘടനാ നേതാക്കൾ സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. നമ്മളെ ഈ 53ാമത്തെ ദിവസം രാപ്പകൽ സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയത്തിന്റെ വിഷയത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിലും ഒരു സെറ്റിൽമെന്റ് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. കാരണം അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടില്ലല്ലോ, അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത്. അത് വളരെ വ്യക്തമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകില്ല എന്നാണോ? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡിന്റെ പുറത്ത് ഗവൺമെന്റ് എത്രയാണെന്ന് പറയട്ടെ, അവിടെയാണത്. അതാണ് വിട്ടുവീഴ്ച. ഡാൻ 53ാം ദിവസവും സമരത്തിലാണ് ആശമാർ. അപ്പോൾ 3ാം വട്ട ചർച്ചയിലേക്ക് കടക്കുമ്പോൾ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ചർച്ചയ്ക്ക് മറ്റ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഈ ആശാ വർക്കർമാരുടെ തന്നെ മറ്റ് സംഘടനാ പ്രതിനിധികൾ, INTUC, CITU അവരെ വിളിച്ചിട്ടുണ്ട്. JP നഡ്ഡയെ കണ്ട് വന്നതിന് ശേഷമാണ് ഈ 3ാം വട്ട ചർച്ച നടക്കുന്നത്. അതായത് മുൻപ് സർക്കാരിന്റെ പരിമിതികളും പ്രതിസന്ധികളും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് സർക്കാരിന് മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്ത് ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും നടക്കും എന്ന സൂചനകളുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം വെറുതെ കഴിഞ്ഞ തവണ നടന്നതുപോലെ 2 ചർച്ച നടന്നു, സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് ഒത്തുതീർപ്പ് ഫോർമുല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് INTUCന്റെയും CITUവിന്റെയും പ്രതിനിധികൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ ഗൗരവത്തിൽ കാണുന്നതും. അതായത് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചുകൊണ്ട്, അതായത് ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് അടിയന്തരമായി കടന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുക? അതല്ല എങ്കിൽ ആ ഇൻസെന്റീവിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ആശാവർക്കർമാർക്ക് നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഒരുപക്ഷെ ഒരു തീരുമാനം കൈക്കൊണ്ടേക്കാമെന്നാണ് സൂചന. സമാന ആവശ്യങ്ങൾ CITUവും INTUCയും മുമ്പോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ കൂടി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നീങ്ങി 53 ദിവസമായി തുടരുന്ന ഈ സമരം ഏത് വിധേനയും ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 3:30 ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ച. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ 53ാം ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഇരിക്കുന്നത്. അവർക്ക് മടങ്ങിപ്പോകാനാകും, പ്രതീക്ഷയോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകാനാകും എന്ന് നമുക്കും ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള NDAയുടെ ആദ്യ സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേർത്തലയിൽ നടക്കും. കഴിഞ്ഞ 9 വർഷമായി മുന്നണിയിൽ തുടരുന്ന BDJSന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി ഇപ്പോഴുമുണ്ട്. മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും സമാന പരാതികളുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഒരു മുഖം മാറ്റം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു പുതിയ മുഖം തലപ്പത്തെത്തിയ ശേഷമുള്ള ഒരു മുന്നണി യോഗം എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഘടക കക്ഷികളും പ്രതീക്ഷയോടെ ആയിരിക്കും വരുന്നത്. വെള്ളാപ്പള്ളി ആദ്യമേ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഒരു പിന്തുണ കൂടിയുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാകും നടക്കുക. ഒപ്പം തന്നെ NDAക്കകത്ത് തുഷാർ വെള്ളാപ്പള്ളിയും അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന് ശേഷം ഉള്ള ഒരു യോഗമാണ് ഇത്. പ്രധാനമായും നമുക്കറിയാം BDJSുമായി BJP ഉള്ള പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും നിലവിലില്ലെങ്കിലും ഇവർ തമ്മിൽ മാനസികമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അകലം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ദീർഘകാലം BDJSനെ ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ്. പല പൊതുവേദികളും പങ്കിട്ടതിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്കടക്കം നേരിടേണ്ടി വന്ന അവഗണന പല ഘട്ടങ്ങളിലും പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അതൃപ്തി വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുൻ നേതൃത്വവുമായി വെള്ളാപ്പള്ളി അത്ര കണ്ട ഒരു അടുപ്പം തുഷാർ
വെള്ളാപ്പള്ളി BDJS-മായി നിൽക്കുമ്പോൾ പോലും ബി ജെ പിയിലെ നേതൃനിരയുമായി അത്ര കണ്ട അടുപ്പം വെള്ളാപ്പള്ളി നടേശൻ കാണിക്കാറില്ലായിരുന്നു. അത്തരത്തിലൊരു വരവോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണ നൽകുന്ന രീതിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏറ്റവും അധികം SNDP വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്ന് മറിഞ്ഞത് BJPയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ആ ഒരു പിന്തുണ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു ഇടപെടൽ കൂടിയാകും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നത്തെ ഒരു വരവോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. SNDP വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും SNDP എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. ആ നിലപാട് പ്രത്യക്ഷ നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ചേർന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അടക്കം മത്സരിച്ച ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു നിലപാടിനെ കുറച്ചുകൂടി വ്യക്തമായി പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഇടപെടലായിരിക്കും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കമുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാകുക. ഒപ്പം തന്നെ BDJS-മായുള്ള പ്രശ്നങ്ങൾ ആദ്യം അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. BDJS പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുമ്പോൾ പോലും അതൃപ്തരായ ഒരു വലിയ വിഭാഗം BDJS-നകത്ത് തീർച്ചയായും നമ്മൾ കേട്ടതാണ് മുമ്പ് കോട്ടയത്ത് നിന്നൊക്കെ അത്തരം പരാതികൾ ജില്ലാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം പരാതികൾ ഉണ്ടായതൊക്കെ കേട്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, BJPക്ക് അതിൽ പുതിയ അധ്യക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ്. അതേസമയം ഇന്ന് ചേർത്തലയിലാണ് ഈ NDA യോഗം നടക്കുന്നത്. അതിനു മുന്നോടിയായി ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്തെത്തി. G. സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി G. ശ്രീജിത്ത്, ഈ ഉച്ച കഴിഞ്ഞ് അടുത്തതായി ചേർത്തലയിൽ NDA യോഗത്തിനാണ് പോകുന്നത്. പക്ഷെ അതിനു മുന്നോടിയായാണ് സുകുമാരൻ നായരെ കാണുന്നത്. സുകുമാരൻ നായരും രാജീവ് ചന്ദ്രശേഖറിന് സ്വാഗതമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നല്ല നിലയ്ക്ക് പോകുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഈ സന്ദർശനവും കൂടിക്കാഴ്ചയും? ശ്രീജ, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തി G. സുകുമാരൻ നായരെ കണ്ടതാണ്. അന്ന് G. സുകുമാരൻ നായർ മന്നത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം, ഇംഗ്ലീഷ് പുസ്തകം നൽകിക്കൊണ്ടാണ് G. സുകുമാരൻ നായരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വരവേറ്റത്. ഇന്നെന്തായാലും പുതിയ അധ്യക്ഷനായ ശേഷം ഇവിടേക്ക് എത്തുന്നു. അല്പസമയമാണ്, ഏതാണ്ട് 20 മിനിറ്റ് മുൻപാണ് എത്തിയത്. അദ്ദേഹം G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തീർച്ചയായും NSSന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ കൂടിയാണ്. NSS വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സമുദായ അംഗം എന്ന നിലയിൽ കൂടിയായിരിക്കും സ്വാഭാവികമായിട്ടും NSS ഇദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരനെ കാണുക എന്നതിലും തർക്കമില്ല. എന്തായാലും കൂടിക്കാഴ്ച തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പുറത്തു വരും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. BJPയുടെ മുൻ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് S. സുരേഷ്, AHP നേതാവ് പ്രതീഷ് വിശ്വനാഥ് തുടങ്ങിയവരെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരനൊപ്പമുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്താണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നത്.